ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്വാളിയറിലെ ചമ്പൽ മേഖലയിൽ സുവിശേഷത്തിന്റെ വെളിച്ചം വിതറുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മിഷണറി വീരൻ സുവിശേഷകൻ ഫിലിപ്പ് എബ്രഹാമിന്റെ ജീവിതം ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ഈ വീഡിയോയിൽ കൂടി അവതരിപ്പിക്കുന്നു. അവറാച്ചൻ ഉപദേശി എന്നറിയപ്പെട്ടിരുന്ന സുവിശേഷകൻ CM എബ്രഹാമിന്റെയും മറിയാമ്മ എബ്രഹാമിന്റെയും മകനായി 1931 ഫെബ്രുവരി മാസം 5-ാം തീയതി ഫിലിപ്പ് എബ്രഹാം ജനിച്ചു. 1953 22-ാമത്തെ വയസ്സിൽ താൻ വിവാഹിതനായി. ഭാര്യ ചിന്നമ്മ ഫിലിപ്പ്. ഫിലിപ്പ് എബ്രഹാം ചിന്നമ്മ ദമ്പതികൾക്ക് ദൈവം 5 മക്കളെ ദാനമായി നൽകി. യഥാക്രമം ജോൺസൺ C. ഫിലിപ്പ്, ഡോറ ഫിലിപ്പ്, സ്റ്റീഫൻ ഫിലിപ്പ്, ജോയ്സ് ഫിലിപ്പ്, ലോയിസ് ഫിലിപ്പ് എന്നിവരായിരുന്നു അവർ. 1957 തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ദൈവവേലയ്ക്കായുള്ള വിളി തനിക്ക് ലഭിച്ചത് ഈ വർഷമായിരുന്നു. ദൈവവിളി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വചന പഠനത്തിനായി ചെന്നൈയിലുള്ള ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൻ ചേരുകയും പഠനം ആരംഭിക്കുകയും ചെയ്തു. ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ പറ്റിയ 2 സ്നേഹിതന്മാരെ അവിടെ വെച്ച് താൻ കണ്ടുമുട്ടി. സഹോദരന്മാരായ MA തോമസ്, KC ജോൺ എന്നിവരായിരുന്നു ആ സഹോദരന്മാർ. വചന പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1958 ഈ 3 സഹോദരന്മാർ ഒരു തീരുമാനമെടുത്തു. ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് സുവിശേഷ പ്രചരണാർത്ഥം ഒരു കാൽനട യാത്ര നടത്തുക എന്നതായിരുന്നു ആ തീരുമാനം. നെഞ്ചത്തും പുറത്തും വാക്യങ്ങൾ എഴുതിയ ബോർഡുകളും തൂക്കി അവർ യാത്ര ആരംഭിച്ചു. 50 ദിവസം കൊണ്ടാണ് അവർ ആ യാത്ര പൂർത്തിയാക്കിയത്. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ആ കാലത്ത് ഒരു പൈസ പോലും കയ്യിലില്ലാതെ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് എടുത്ത ഈ ധീരമായ ചുവടുവയ്പ്പിനെ ദൈവം മാനിച്ചു. 1960 വചന പഠനം പൂർത്തിയാക്കിയ ശേഷം രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തേക്ക് വേലയ്ക്കായി പോകുവാൻ ഈ 3 പേരും തീരുമാനിച്ചു. പോൾ കാൻഡ് എന്നൊരു സഹോദരനും അവരോടൊപ്പം ചേർന്നു. സഹോദരൻ MA തോമസിന്റെ വിവാഹം ആ ഇടയ്ക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഫിലിപ്പ് എബ്രഹാമിനും കുടുംബത്തിനും ആ സമയത്ത് 3 മക്കൾ ഉണ്ടായിരുന്നു. ജോൺസൺ C. ഫിലിപ്പ്, ഡോറ, 50 ദിവസം മാത്രം പ്രായമുള്ള സ്റ്റീഫൻ എന്നിവരായിരുന്നു ആ കുഞ്ഞുങ്ങൾ. കോട്ടായിലെ പ്രവർത്തനത്തിന്റെ ഫലമായി അവിടെ ഒരു സഭ രൂപം കൊള്ളുവാൻ ദൈവം കൃപ ചെയ്തു. നഴ്സിംഗ് കോളേജ് അധ്യാപികയായിരുന്ന സഹോദരി മാണി അലക്സാണ്ടർ ആയിരുന്നു ഈ സഭയിലെ ആദ്യ ഫലം. കർത്താവിന്റെ വേല ആ സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരുന്നു. തൽഫലമായി അനേകർ സഭയോട് ചേരുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരുന്നു. പുതിയ ഒരു വേലസ്ഥലം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കണം എന്ന ആഗ്രഹം ഈ സമയത്ത് ഫിലിപ്പ് എബ്രഹാമിന്റെ മനസ്സിൽ രൂഢമൂലമായി. താൻ ദൈവസന്നിധിയിൽ ഈ വിഷയം പ്രാർത്ഥിക്കുകയും ഗ്വാളിയറിലെ ചമ്പൽ മേഖല തിരഞ്ഞെടുക്കുകയും ചെയ്തു. വളരെ കഠിനമേറിയ വയലാണ് ചമ്പൽ എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഈ ധീരമായ തീരുമാനം കൈക്കൊണ്ടത്. അങ്ങനെ 1962 താൻ കുടുംബമായി ഗ്വാളിയറിലേക്ക് യാത്രയായി. അവിടെ പ്രവർത്തനം ആരംഭിച്ച് ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു സഭാ കൂടിവരവ് ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഒരു ചെറിയ കെട്ടിടം വാടകയ്ക്കെടുത്ത് ഗോസ്പൽ ഹാൾ എന്ന് പേരിടുകയും ആ ഹാളിൽ സഭാ കൂടിവരവുകൾ നടത്തിവരികയും ചെയ്തു. ഏതാണ്ട് ഈ സമയത്താണ് തന്റെ കൂട്ടുവേലക്കാരനായിരുന്ന സഹോദരൻ UM ദൊരൈരാജ് രക്തസാക്ഷിയായി തീരുന്നത്. ഗ്വാളിയറിലെ ആരംഭകാല പ്രവർത്തനങ്ങളിൽ തന്നോടൊപ്പം സഹകരിക്കുകയും പിന്നീട് രാജസ്ഥാനിലെ അൾവാറിലേക്ക് വേലയ്ക്കായി പോവുകയും ചെയ്ത ദൊരൈരാജ് അവിടെ വെച്ചാണ് രക്തസാക്ഷിത്വം വരിച്ചത്. ഈ സംഭവം തന്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചുവെങ്കിലും കർത്താവിന്റെ വേലയിൽ കൂടുതൽ ഉത്സുകനായി തീരുന്നതിനും ഉറച്ച തീരുമാനങ്ങളോടെ മുൻപോട്ട് പോകുന്നതിനും ഈ സംഭവം മുഖാന്തരമായി തീർന്നു. ഗ്വാളിയറിലെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഭ വളരുകയും ചെയ്തുകൊണ്ടിരുന്നു. താൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന 2 പ്രമുഖ വ്യക്തികളായിരുന്നു ഗ്വാളിയറിലെ അഡീഷണൽ കളക്ടറായിരുന്ന ലാൽ ചുവാൻഗ്ലിയാനെയും ലഫ്റ്റനന്റ് കേണൽ റൗളിയും. കേണൽ റൗളി പിന്നീട് നാഗാലാൻഡ് ഗവർണറായി തീർന്നു. ഇവരെ 2 പേരെയും സ്നാനപ്പെടുത്തിയതും ഫിലിപ്പ് എബ്രഹാം തന്നെയാണ്. തുടർന്നുള്ള നാളുകളിൽ വെല്ലുവിളികൾ നിറഞ്ഞ ചമ്പൽ മേഖലയിൽ അധ്വാനിക്കുവാനും അനേകം ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനും
ഫിലിപ്പ് എബ്രഹാം എന്ന ധീരയോദ്ധാവിനെ ദൈവം ഉപയോഗിച്ചു. ഏകദേശം 500ഓളം പേരെ സ്നാനപ്പെടുത്തുവാൻ ഈ കാലയളവിൽ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. ഇവരിൽ മിക്കവരും താൻ മുഖാന്തരം രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നവരായിരുന്നു. ഏകദേശം 40 വർഷങ്ങൾ ചമ്പൽ മേഖലയിൽ സ്വർഗീയ യജമാനൻ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ദൈവം സഹായിച്ചു. പ്രായത്തിന്റെ ക്ഷീണവും കാലാവസ്ഥയുടെ പ്രാതികൂല്യവും തന്നെ വല്ലാതെ അലട്ടിയപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോരുവാൻ താൻ നിർബന്ധിതനായി തീർന്നു. 1999 കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ താൻ ഏകദേശം 1.5 വർഷത്തോളം മൂത്ത മകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിനോടും കുടുംബത്തോടുമൊപ്പം എറണാകുളത്ത് താമസിച്ചു. ഈ നാളുകളിൽ കളമശ്ശേരി സഭയിൽ താൻ കർത്താവിനെ ആരാധിക്കുകയും കൂട്ടായ്മ പുലർത്തുകയും ചെയ്തു വന്നു. തന്റെ സാന്നിധ്യവും ശുശ്രൂഷകളും കളമശ്ശേരി സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. തന്റെ ജന്മദേശത്ത് പോയി ചില നാളുകൾ താമസിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ 2000 കുടുംബമായി താൻ കല്ലിശ്ശേരിയിലേക്ക് പോവുകയും അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. 2004 ഈ കാലം അത്രയും കർത്താവിനു വേണ്ടി അധ്വാനിക്കുന്നതിൽ എല്ലാ പിന്തുണയും നൽകി ഒരു നിഴൽ പോലെ തന്നോടൊപ്പം നിന്ന തന്റെ ജീവിത സഖി ചിന്നമ്മ ഫിലിപ്പ് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതിനുശേഷം 15 വർഷങ്ങൾ കൂടി താൻ കല്ലിശ്ശേരിയിൽ താമസിക്കുകയും അവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. 2019 താൻ വീണ്ടും എറണാകുളത്തേക്ക് വരികയും മൂത്ത മകൻ ജോൺസൺ സി ഫിലിപ്പിന്റെ ഭവനത്തിൽ തുടർന്നുള്ള 4 വർഷങ്ങൾ അവരോടൊപ്പം താമസിക്കുകയും ചെയ്തു. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ വർദ്ധിച്ചിരുന്നതിനാൽ ഈ കാലയളവിൽ താൻ വളരെ ക്ഷീണിതനായിരുന്നു. ജോൺസൺ സി ഫിലിപ്പും അദ്ദേഹത്തിന്റെ ഭാര്യ ശാന്ത ജോൺസണും അവരുടെ കഴിവിനപ്പുറമായ നിലയിൽ തങ്ങളുടെ പിതാവിനെ ഈ നാളുകളിൽ ശുശ്രൂഷിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവസാന നാളുകളിൽ തന്റെ ഇളയ മകളോടും കുടുംബത്തോടുമൊപ്പം കുറച്ചു നാളുകൾ താമസിക്കണം എന്ന് താൻ ആഗ്രഹിക്കുകയും അതിൻ പ്രകാരം 2023 ഒക്ടോബർ മാസത്തിൽ താൻ ഗോവയിലേക്ക് പോവുകയും ചെയ്തു. ഏകദേശം 7 മാസങ്ങൾ അവരോടൊപ്പം വളരെ സന്തോഷത്തോടെ കഴിയുവാൻ ദൈവം അവസരം നൽകി. 2024 ജൂൺ മാസം 8-ാം തീയതി രാവിലെ 6:15 മണിക്ക് തന്റെ പരദേശ പ്രയാണം അവസാനിക്കുകയും സ്വർഗീയ യജമാനന്റെ അടുത്തേക്ക് താൻ വാഞ്ചയോടെ കാത്തിരുന്ന ആ ശാശ്വത ഭവനത്തിലേക്ക് താൻ പറന്നു പോവുകയും ചെയ്തു. ഈ മരുപ്രയാണത്തിൽ താൻ എവിടെ വീഴുന്നുവോ അവിടെ തന്നെ അടക്കം ചെയ്യണം എന്നുള്ളത് തന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം തന്റെ മക്കളെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു. പിതാവിന്റെ ആഗ്രഹത്തെ പൂർണ്ണമായും മാനിച്ചുകൊണ്ട് സംസ്കാരം ഗോവയിൽ വെച്ച് തന്നെ നടത്തുവാൻ മക്കൾ തീരുമാനിച്ചു. 2024 ജൂൺ മാസം 11-ാം തീയതി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്ന അനേകം ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ ബംബോളിം ബ്രദറൻ സഭയുടെ ചുമതലയിൽ തന്റെ ഭൗതിക ശരീരം ഗോവയിൽ സംസ്കരിച്ചു. Days
സുഖദാതരുടെ സ്നേഹദാനത്തിനും നാൾക്ക് നാൾ വീക്ഷയെന്നിത്തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച് വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ അധ്വാനിച്ച് ഗോവയുടെ മണ്ണിൽ ഉറങ്ങുന്ന ധീരയോദ്ധാവേ, അങ്ങേക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്. വീർപ്പിൻ പൊൻപ്രഭാതത്തിൽ വീണ്ടും കാണാം എന്നുള്ള ഉറച്ച പ്രത്യാശയോടെ പ്രിയപ്പെട്ട പപ്പ, അങ്ങേക്ക് ഞങ്ങൾ താൽക്കാലികമായി വിട ചൊല്ലുന്നു.